നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ചായ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് അച്ഛൻ മോളെ ഹോസ്റ്റലിൽ വിടാം. അവിടുന്ന് അച്ഛൻ കനകരാജിന്റെ അടുത്തേക്ക് പോയിക്കൊള്ളാം. അച്ഛൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോ അച്ഛൻ ചെല്ലുമ്പോ അദ്ദേഹം അവിടെ ഇല്ലെങ്കിലോ? വിളിച്ചാൽ ആവശ്യം എന്താന്ന് പറയേണ്ടി വരും. അതങ്ങ് നേരിട്ട് പറയുന്നതല്ലേ നല്ലത്. അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് മാത്രം പറഞ്ഞാ പോരെ അച്ഛാ. ആവശ്യം എന്താന്ന് അപ്പൊ അദ്ദേഹം ചോദിക്കില്ലല്ലോ. എന്തായാലും ഒന്ന് വിളിക്കാം. മോള് വിളിക്കാൻ പറഞ്ഞാൽ നന്നായി. കനകരാജനും ഭാര്യയും ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് പോയിരിക്കുക. വൈകുന്നേരം ആവൂത്ര തിരിച്ചു വരാൻ. അയ്യോ, അപ്പൊ അച്ഛൻ അതുവരെ എന്ത് ചെയ്യും? ശബരിയേട്ടനെ വിളിച്ച് അങ്ങോട്ട് പോയിക്കോ. അത് വേണ്ട, ചീരുമോളുടെ അടുത്തേക്ക് പോവാം. വിനയന്റെ കാര്യം എന്തായെന്ന് അറിയാലോ. ആ, ചിലപ്പോ ദാസങ്ങളുടെയും രഘുവേട്ടനെയും അവിടെ വെച്ച് അച്ഛന് കാണാൻ പറ്റും. ശരിയാ, എന്നാ പിന്നെ നമുക്കങ്ങ് ഇറങ്ങിയാലോ മോളെ. വാ. എന്തിനാടാ എന്നെ പിടിച്ചോണ്ട് വന്നത് പട്ടികളെ? ആണുങ്ങളെ പോലെ കളിക്കാതെ ക്ലോറോഫോം മണപ്പിച്ച് പിടിച്ചോണ്ട് വരാൻ ഏത് തെണ്ടിയാടാ നിനക്കൊക്കെ കൊട്ടേഷൻ തന്നത്? പറയടാ, ആരടാ ഇതിന്റെയൊക്കെ പുറയില്? ഞങ്ങളാണ് സാറേ ആ തെണ്ടികള്. ഇതുവരെ ഞങ്ങൾ പുറകിനാ കളിച്ച്. ഇനി മുതൽ മുൻപിൽ നിന്ന് കളിക്കാനാ ഞങ്ങളുടെ തീരുമാനം. എടാ, അക്കൗണ്ടിൽ കാശിട്ടാൽ ആ ഫോൺ നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ അന്നേ സമ്മതിച്ചാലേ. അയ്യോ സോറി സർ, ഞങ്ങൾക്ക് ക്യാഷൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വലിയ വശമില്ല. അതുകൊണ്ടല്ലേ ക്യാഷ് നേരിട്ട് കൊണ്ടു തരാമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ശരി, ക്യാഷ് എങ്കിൽ ക്യാഷ്. നമുക്ക് ഡീൽ ഉറപ്പിക്കാം. എന്നെ ഒന്ന് കെട്ടയച്ച് വിട്. എന്നിട്ട് കുടിക്കാൻ കുറച്ച് വെള്ളം താ. വെള്ളം മാത്രം ആക്കണ്ട, വയറ് നിറയെ ഫുഡും തരാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയതല്ലേ,
നല്ല വിശപ്പം കാണുമല്ലോ. പക്ഷെ ആദ്യം ആ ഫോൺ ഇവിടെ എത്തിക്കണം. അതിനാരെ വിളിക്കണമെന്ന് വിനയ് സാറ് പറ. ആരെ വിളിക്കാൻ? ആ ഫോൺ ആര് വിചാരിച്ചാലും ഇവിടെ എത്തിക്കാൻ പറ്റില്ല. അതിന് എന്നെ ഇവിടുന്ന് പുറത്ത് വിട്ടേ പറ്റൂ. അത് നടക്കില്ലോ സാറേ. ഫോൺ ആദ്യം ഇവിടെ എത്താതെ സാറിനി പുറലോകം കാണില്ല. എങ്കിൽ ഈ ജന്മം നിനക്ക് ആ ഫോൺ കിട്ടാൻ പോകുന്നില്ല. 48 മണിക്കൂർ കഴിയുമ്പോൾ അത് എത്തേണ്ടവരുടെ കയ്യിൽ എത്തിച്ചേരുകയും ചെയ്യും. നീയൊക്കെ എന്താടാ വിനയനെ കുറിച്ച് കരുതിയേക്കുന്നത്? എടാ പിള്ളേരെ, നീയൊക്കെ തനിക്കൊപ്പം പോരുന്ന കോളേജ് പിള്ളേരോട് കളിക്കുന്നത് പോലെ എന്നോട് കളിക്കാൻ നിൽക്കുക. ഇതാള് വേറെ മോനെ. 48 മണിക്കൂർ കഴിഞ്ഞാ നിന്റെ കുടുംബം വരെ നാറും. എന്ന് വെച്ചാ 48 മണിക്കൂർ കഴിയുമ്പോ നീ പുറത്തെത്തിയില്ലെങ്കിൽ മറ്റാരെങ്കിലും ആ ഫോണിലെ വീഡിയോ പുറത്തുവിടുന്നല്ലേ? അതൊക്കെ പണ്ടത്തെ സിനിമയിൽ കണ്ടതല്ലടാ കൊച്ചനെ. കാലം മാറി. കഞ്ചാവടിച്ച് നടക്കുന്നതിനിടയില് നീയൊന്നും അത് അറിഞ്ഞു കാണത്തില്ല. ഞാനൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആണെന്ന് നിനക്കൊക്കെ അറിയാലോ. എന്റെ സിസ്റ്റത്തിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നിന്റെ വീഡിയോ ഓരോ 48 മണിക്കൂറിലും ഞാൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി മറ്റ് സിസ്റ്റങ്ങളിലേക്ക് അപ്ലോഡ് ആവും. അപ്പോ വിനയൻ സാറ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാളും വലിയ ചാണക്യനാണല്ലോ. കൊള്ളാം. 48 മണിക്കൂർ തികയാൻ ഇനിയും കുറച്ച് മണിക്കൂർ ബാക്കിയുണ്ടല്ലോ. ഞങ്ങൾക്ക് നിന്റെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ അത്രയും സമയം മതി. ഇവനെ കൊണ്ട് തെളിപ്പിക്കാൻ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ചെയ്. ഞങ്ങൾ പോയിട്ട് വരാം. വാണ ജീവ വാ. എടാ എടാ നിക്കടാ നാറികളെ. നീയൊന്നും വിചാരിച്ച ഒരു ചുക്ക് നടക്കണടാ. ഇല്ലടാ, അഴിച്ചു വിടടാ എന്നെ. എന്നാലും എന്റെ മോനെ ആരെ ഇത്ര വലിയ ശത്രുക്കള്? അവനെ തട്ടിക്കൊണ്ട് പോവാൻ മാത്രം എന്ത് പാതകം അവൻ ചെയ്ത്? മോളെ, പോലീസുകാര് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ഞാൻ എന്ത് പറയാനാ അമ്മ? അമ്മയുടെ മകന് ആരോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറയുന്ന സ്വഭാവം ഉണ്ടോ? വിനയന്റെ കാര്യത്തിൽ എന്തോ വലിയ ദുരൂഹതയുണ്ട് ലതികെ. അവനെന്തോ ഭീഷണിയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാ അവൻ എന്നെ ബോഡി ഗാർഡാക്കി കൊണ്ടുപോയത്. പക്ഷേ ശത്രു നിസ്സാരക്കാരനല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാ അവര് കാര്യം നടത്തി സ്ഥലം വിട്ടത്. രാവിലെ എന്തോ ഫോൺ വിളിച്ചപ്പോ ലക്ഷങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു വിനയൻ. ആരെന്താന്നൊക്കെ ചോദിച്ചപ്പോ അതിന് ഉത്തരവില്ലായിരുന്നു. എന്നിട്ട് നീ അതൊക്കെ പോലീസുകാരോട് പറഞ്ഞില്ലേ മോളെ? പറഞ്ഞിട്ടുണ്ട്. വിനയേട്ടന്റെ ഫോൺ കിട്ടിയ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചാന്. പക്ഷെ അതും വിനയേട്ടന്റെ കയ്യിലല്ലേ. അക്രമികളെ കുറിച്ചുള്ള ഏതാണ്ടൊരു ചിത്രം ഞാനും പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവര് പരിസരത്തുള്ള CCTV ഒക്കെ പരിശോധിച്ച ശേഷം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, തട്ടിക്കൊണ്ട് പോയന്മാര് എന്റെ മോനെ വല്ലതും ചെയ്യോ? എന്റെ കുഞ്ഞിന് ഒരു അപകടം വരുത്തല്ലേ ഈശ്വര. അയ്യോ. മോളെ ചീരു, അച്ഛാ വാ. വിനയനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ മോളെ? ഇല്ല അച്ഛാ, ഞാനും അങ്കിളും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. വലിയ കഷ്ടായി പോയല്ലോ അത്. കരയേണ്ടതിലേക്ക് അവനൊന്നും വരില്ല. ആരോ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താവും. അതേന്നേ, വിനയൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എവിടെ ചെന്ന് വീണാലും എന്റെ മരുമകൻ 4 കാലം തന്നെ വീഴും. അതാ എന്റെ ഒരു ധൈര്യം.
കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ എത്ര വിദഗ്ധനായാലും എവിടെയെങ്കിലും ഒന്ന് പിഴയ്ക്കുമെങ്കിലേ അതാ എൻ്റെ ഒരു പേടി. വിനയന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ അവനൊരു കുഴപ്പം കൂടാതെ തിരിച്ചു വരുമെന്നാ ചീരു ഉദ്ദേശിച്ചത് അല്ലേ മോളെ? അതെ, വലിയ വലിയ തട്ടിപ്പ് സംഘങ്ങളിൽ പെട്ടവരെയൊക്കെയാ സാധാരണ കൊട്ടേഷൻ ടീമിനെ വെച്ച് കിഡ്നാപ്പ് ചെയ്യുന്നത്. ഒരു ടീമിന് വേറൊരു ടീമിനോടുള്ള കുടിപ്പകയൊക്കെ ആയിരിക്കും അതിന് കാരണം. വിനയേട്ടൻ ഇനി അങ്ങനെ വല്ല സംഘത്തിലും പെട്ടിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? മര്യാദയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവനാണോ ഈ തട്ടിപ്പ് സംഘത്തിലൊക്കെ പോയി ചേരുന്നത്? എന്റെ ലതികേ, അതിന് വലിയ ആരോഗ്യമൊന്നും വേണ്ട, ബുദ്ധിമതി.